എന്തോരം ജനങ്ങളും പെണ്ണുങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന പല രീതിയിൽ ഇതിനൊന്നും പിണറായി വിജയൻ മുമ്പോട്ട് വരാത്തത്. സിദ്ദിഖിനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു, മുഖ്യമന്ത്രി അനങ്ങിയില്ല. ആ ക്ഷീണമൊക്കെ മാറ്റാൻ ഇതിന് സഹായിച്ചിട്ടുണ്ട്. വളരെ വർഷം തീരാറായല്ലോ പിണറായിയുടെ കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇനി അതൊരു വോട്ട് കിട്ടാൻ വേണ്ടി ലേഡീസുകളൊക്കെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്നതിട്ടാണ്. പക്ഷേ അറിവുള്ള ലേഡീസുകളാരും സപ്പോർട്ട് ചെയ്യില്ല, കാരണം അനുഭവങ്ങളാണ് ഓരോരുത്തരുടെ ഗുരു. ഇതിന് പൊളിറ്റിക്സ് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീകളോട് സർക്കാർ അവഗണന കാണിക്കുന്നുള്ള ഒരു ഇംപ്രഷൻ പല കേസിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് രക്ഷപ്പെടാൻ വലിയൊരു ഇഷ്യൂ ആയി കിട്ടി. ഞാൻ സ്ത്രീകളുടെ ഭാഗത്താണെന്നൊക്കെയാണ്. അത് ഹണി റോസ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങൊരു ആ ചാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഞാൻ കാണുന്ന രാഷ്ട്രീയമായിട്ടുള്ള അങ്ങോട്ട് വിഷയം. സാധാരണ ഒരു വ്യക്തി ഇപ്പം ലേഡി ആണെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉന്നയിച്ചെന്നാൽ പിണറായി വിജയൻ പോയിട്ട് ഒരാൾ പോലും ഇത് തിരിഞ്ഞു നോക്കത്തില്ല. ഇത് ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് പോപ്പുലർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു കോള് അറ്റൻഡ് ചെയ്ത് പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുന്നു. അത് ശരിയാണോ നടപടിയാണെന്ന് അന്വേഷണം പോലും നടത്തിയിട്ടില്ല അവർ. ചിലപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചിലപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചില്ല. പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്ത് പറയണതിന് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളി ഒരു ഡയലോഗ് ഇടുന്നു, അതിനൊരു അർത്ഥങ്ങളൊന്നുമില്ല. അതാ പറഞ്ഞ അപ്പം തന്നെ പോകും. പക്ഷെ അതൊരു റിസ്ക് ആയിട്ട് എടുത്ത് ഈ ഫിലിം സ്റ്റാറിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു നായികയാണ്. പുള്ളിയുടെ ആകുമ്പോഴത്തേനും ഒരു ഇമേജിന് വേണ്ടി പിണറായി മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന കാര്യത്തിലൊക്കെ ഞാനത്തെ പറയുന്നുള്ളൂ. കാരണം എന്തോരം ജനങ്ങളും പെണ്ണുങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന പല രീതിയിൽ ഇതിനൊന്നും പിണറായി വിജയൻ മുമ്പോട്ട് വരാത്തത്. അപ്പം അവരുടെ ഉദ്ദേശമൊക്കെ എന്താണ്? അവരും ഫേമസ് ആവും. അവർ നല്ലൊരു കാര്യം ചെയ്തതിനൊരു ഫേമസ് ആയി നമ്മുടെ സത്യത്തിൽ. കാരണം വളരെ വർഷം തീരാറായല്ലോ പിണറായിയുടെ കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇനി അതൊരു വോട്ട് കിട്ടാൻ വേണ്ടി ലേഡീസുകളൊക്കെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്നതിട്ടാണ്. പക്ഷേ അറിവുള്ള ലേഡീസുകളാരും സപ്പോർട്ട് ചെയ്യില്ല, കാരണം അനുഭവങ്ങളാണ് ഓരോരുത്തരുടെ ഗുരു. എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു. നമ്മുടെ ഇപ്പോഴത്തെ ഹണി റോസ് ബോംബി ചെമ്മണ ഇഷ്യൂല് ഹണി റോസിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കാണിച്ച ശുഷ്കാന്തി കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് പൊളിറ്റിക്സ് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീകളോട് സർക്കാർ അവഗണന കാണിക്കുന്നുള്ള ഒരു ഇംപ്രഷൻ പല കേസിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് രക്ഷപ്പെടാൻ വലിയൊരു ഇഷ്യൂ ആയി കിട്ടി. ഞാൻ സ്ത്രീകളുടെ ഭാഗത്താണെന്നൊക്കെയാണ്. അത് ഹണി റോസ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങൊരു ആ ചാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഞാൻ കാണുന്ന രാഷ്ട്രീയമായിട്ടുള്ള അങ്ങോട്ട് വിഷയം. ആ സമയത്ത് സിദ്ദിഖിനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു, മുഖ്യമന്ത്രി അനങ്ങിയില്ല. ആ ക്ഷീണമൊക്കെ മാറ്റാൻ ഇതിന് സഹായിച്ചിട്ടുണ്ട്. അതാണ് അങ്ങോട്ട് പൊളിറ്റിക്സ്. അതാണ് അങ്ങോട്ട് കണ്ടു ചെയ്തത് രാഷ്ട്രീയമല്ലേ. അത് ശരിയായിട്ട് അത് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഞങ്ങളതിൽ ഉറപ്പാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ടായിരുന്ന ആ പോളിസിയിൽ അതിലൊരു വ്യത്യാസം അങ്ങോട്ട് ബുദ്ധിയിൽ ഉദിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് ഇത് ആദ്യമായിട്ടുള്ള കാര്യമില്ല. ആ സ്ത്രീയെ പറ്റി പലവർക്കും മോശം അഭിപ്രായം ഉണ്ടെന്നാണ്. പിണറായി വിജയൻ ചിന്തിച്ചതുപോലെ ഇതൊക്കെ വോട്ടായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. വോട്ടിൻ്റെ കാര്യം ഭരണത്തിൽ ഇത് മാത്രമല്ല, എന്തോരം ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അടിത്തറ തകർന്നിരിക്കുന്നത്. ഇനി നമ്മളിത് മുന്നോട്ട് പോകണമെങ്കിൽ എത്ര കൊല്ലം ഇവിടെ വികസനം എന്നുള്ള ഒരു കാര്യം നടക്കണില്ല. ആകപ്പാടെ വികസനം എന്ന് പറയുന്നത് സോഷ്യൽ പെൻഷൻ കൊടുക്കുക, വീട് കൊണ്ടു കൊടുക്കുക, ഇതാണ് വികസനം. അല്ലാണ്ട് ഒരു കാര്യവും നടക്കണില്ല ഇവിടെ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അന്വേഷിച്ച് കൊണ്ടുമ്പോൾ നമ്മുടെ റോഡൊക്കെ എന്താ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റോഡിൻ്റെ ഗതി ഇടുന്നതാണ് ഊറ്റിപ്പൊട്ടി ബാക്ക്വേർഡായിട്ട് നമ്മൾ പോകുന്നത്. സർക്കാർ പ്രചരണമുണ്ട്, നമ്മൾ മുന്നോട്ടാണ് കാലം കുതിക്കുന്നത്. ഒരു കുതിപ്പിലും ഒന്നുമില്ല. കടത്തിൻ്റെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പാവങ്ങളൊക്കെ ഓപ്പറേഷൻ വന്ന് നിർത്തേണ്ടി വരുന്നതാണ്. 90 കോടി രൂപയാണ് കൊടുക്കാറുള്ളത്. ഇതുപോലെ സകല സ്ഥലത്ത് ഈ നാട്ടിൽ ചില ആൾക്കാർ കടം പത്ര ചായക്കടയിലൊക്കെ മുഴുവൻ പറ്റുന്നുണ്ടാവില്ലേ, ആ ഗതിയുടെ സർക്കാർ സകല സ്ഥലത്ത് കടമാണ്. ഇങ്ങനെ ഒരു ഗവൺമെൻറ് കടം മേടിച്ചേ ഭരിക്കുള്ളൂ. ശമ്പളം കൊടുക്കുന്ന കടം മേടിക്കണം. ഈ രാജാക്കന്മാർ വെച്ച കാലത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ അതാ ചിന്തിക്കണം. രാഷ്ട്രീയമൊന്നും വേണ്ട. ശമ്പളം കൊടുക്കണമെങ്കിൽ കടം മേടിക്കണം. അത് ഏപ്രിൽ തൊട്ടേ തുടങ്ങണം. എന്നാൽ എന്തോ ടാക്സ് പിരിക്കുന്നത് എവിടെ കൊണ്ട് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. ടാക്സ് പിരിക്കുന്നതിൽ ഇല്ല എന്താണ് എവിടെ ചെന്നതെന്ന് അറിയാം. നമുക്ക് ജനങ്ങൾക്കൊരു പിടി കിട്ടണില്ല. ഇവരൊക്കെ വലിയ വിദഗ്ധന്മാരാണ്, സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഭരണം പോകുന്നത് ഇൻ എഫക്റ്റിൽ കേരളം വളരെ ബാക്ക്വേർഡായിട്ട് പോവുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അടുത്ത കാലത്ത് ഏതൊരു ഭരണം വന്നാലും വേറെ ഭരണം വന്നാലും അവർക്കൊന്നും നേരിടാൻ പറ്റില്ല. അത്ര കണ്ട് കടമുണ്ട്. കടത്തിൻ്റെ പലിശയും പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എത്തിയേണ്ടി വരും. ബാക്കി അപ്പോൾ എത്ര ടാക്സ് ആണെങ്കിലും ഇതുപോലെ ടാക്സ് പിരിച്ചില്ല, കാലം ഉണ്ടായിട്ടില്ല. എന്തൊരു രാജാക്കന്മാരെ ചെയ്യാത്ത കാര്യമല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഈ പണ്ട് 100 കൊല്ലം മുമ്പ് വെച്ച ഒരു വീടൊക്കെ ഉണ്ട്. ഇപ്പോൾ പൊളിച്ചുകൊണ്ടെങ്കിൽ ഇത് പണിയാൻ പറ്റില്ല, ഇത് നിലമാണ്, ഞങ്ങളുടെ രേഖകളോട് എന്തൊരു അനീതിയാണ് കാണിക്കുന്നത്. ജനങ്ങൾക്ക് കഷ്ടപ്പെടില്ല. ജനങ്ങൾ 100 കൊല്ലം മുമ്പ് വെച്ച വീട് പോയിക്കോ ചെയ്യുന്നത്. ഏത് രാജ്യത്തിൻ്റെ ഇങ്ങനെ നിയമം? രാജാക്കന്മാർ ചെയ്യാത്ത ദ്രോഹമാണ് ഇപ്പോൾ ജനകീയ ഗവൺമെൻറ് ചെയ്യുന്നത്. എന്തോരം ആൾക്കാർ ഓട്ടം പിടിക്കുന്നുണ്ട്. ലോൺ കിട്ടൂല, ഒന്നും ഇല്ല. പിന്നെ അതിൻ്റെ കണ്ടീഷൻ പിന്നെ സർക്കാർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നിലമാക്കി മാറ്റിയെടുത്താൽ തന്നെ വീട് പണിയണമെങ്കിൽ 3500 സ്ക്വയർ ഫീറ്റിലുള്ള കൂടുതലേക്കാൾ കൂടുതൽ പണിയണമെങ്കിൽ 100 രൂപ സ്ക്വയർ ഫീറ്റിന് ചങ്ക് തരണം. ഇത്തിരി ആർക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് ആർക്കും ആക്ഷേപമില്ല. ജനങ്ങളെ പിഴിയാണ് വാസ്തവത്തിൽ.